അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. റമളാൻ മാസമാണ്. ഒന്നിന് 70 ഇരട്ടി കൂലിയുള്ള മാസമാണ്. ഏറ്റവും നല്ല ദിവസവും ഏറ്റവും നല്ല സമയവും ഏറ്റവും നല്ല മിനിറ്റുകളുമാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ദുആ നമുക്കും എത്തിക്കൊണ്ടിരിക്കും. ആത്മാർത്ഥമായി തറാവി നിസ്കാരങ്ങളും നോമ്പുകളും മറ്റു ഫർദ് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും ഖുർആനോത്തുമായി എല്ലാവരും മുന്നോട്ട് പോവുക. എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി നിങ്ങൾ കേൾക്കുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കട്ടെ. നമ്മളൊക്കെ ഇന്ന് പല രീതിയിലും തെറ്റ് ചെയ്യുന്നവരാണ്. വാക്കുകൊണ്ട് നമ്മൾ പലരെയും ബുദ്ധിമുട്ടാക്കിയിട്ടുള്ളത് അതൊരു തെറ്റാണ്. എത്രയോ കളവുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അറിഞ്ഞും അറിയാതെയുമൊക്കെ. പല കാരണങ്ങളാൽ പല സ്ഥലത്തും രക്ഷപ്പെടാൻ വേണ്ടിയും പല ഉപാധിയും വെച്ച് നമ്മൾ പല കള്ളങ്ങളും പറഞ്ഞവരാണ്, കളവ് പറഞ്ഞവരാണ്. ഇതൊക്കെ തെറ്റാണ്. അങ്ങനെ നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട്, മറ്റ് അവയവങ്ങൾ കൊണ്ടൊക്കെ നമ്മിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല പുറത്തു തരട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ വേണ്ടിയുള്ള ഒരു മാസമാണ് ഈ റമളാൻ മാസം. ആത്മാർത്ഥമായി നോമ്പനുഷ്ഠിക്കുകയും ഖുർആൻ ഓതുകയും തറാവി നിസ്കരിക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും ദാനധർമ്മങ്ങളും സദഖകളും മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരും. മാത്രമല്ല, പ്രത്യേകമായ ഒരു ദിക്റാണ് നമ്മൾ ഈ റമളാൻ മാസം വരുമ്പം തുടക്കത്തിൽ തന്നെ മാസപ്പിറവി കണ്ടത് മുതൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ 10 മുഴുവനും ആ ദിക്ർ എല്ലാ വഖത്തിലും അല്ലാത്തപ്പോഴും നമ്മൾ ചൊല്ലണം, ചൊല്ലിക്കൊണ്ടിരിക്കണം, മറ്റുള്ളവരോട് ചൊല്ലിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ഒരു ദിക്റിൽ എത്രമാത്രം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നറിയോ? നമ്മൾ ആദ്യം പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നമുക്ക് ആരാധിക്കാൻ, നമുക്ക് ഇലാഹായി മറ്റൊരാളും ഇല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. എന്നിൽ നിന്നും എന്തൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, ആ തെറ്റുകൾ മുഴുവനും എനിക്ക് നീ പുറത്തു തരണമെന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്, ദുആക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എന്നിട്ട് നമ്മൾ അതിന് ശേഷം എന്താ ചോദിക്കുന്നത്? അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നു എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം അല്ലാഹുവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അള്ളാഹുവിനെ പൂർണ്ണമായി വിശ്വസിച്ച് കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പുറത്തു തരണേ അല്ലാ എന്ന്. ആ പുറത്തു തരണേ അല്ലാ എന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത്, എനിക്ക് പുറത്തു തരികയും നിന്നെ ഞാൻ വിശ്വസിച്ചു എന്നിട്ട് നിന്നോട് പുറത്തു ചോദിക്കുകയും ചെയ്തു, അതിന് ശേഷം എനിക്ക് നീ സ്വർഗം കൊണ്ട് റബ്ബേ, നരകത്തെ തൊട്ട് എന്നെ കാക്ക് റബ്ബേ എന്നുള്ള അതിമഹത്തായ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് ഈ പറയപ്പെട്ട ദിക്ർ. അതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ, 4 കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ റമളാനിന് മാത്രം ചൊല്ലേണ്ടതാണോ ഇത്? റമളാൻ ആദ്യത്തെ 10 മാത്രം ചൊല്ലേണ്ടതാണോ ഇത്? അല്ല, റമളാൻ്റെ 30 ദിവസവും നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അതുമാത്രമല്ല, റമളാൻ കഴിഞ്ഞാലും നമ്മുടെ ദുആകളിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, സ്വർഗത്തെ ചോദിക്കുക, നരകത്തെ തൊട്ട് അഭയം തേടുക. ഈ ഒരു 4 കാര്യം എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടോ, എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ വേറെവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നവരെ, അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ആ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.